ഞങ്ങൾ രാവിലെ വെക്കേറ്റ് ചെയ്യാൻ വേണ്ടി പോകുമായിരുന്നു. വെക്കേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ അവർ ഫ്രൂട്ട്സ് തന്നു. അതേണ്ട ഇതാണ് സംഭവം. ഇതിൻ്റെ പേരെന്താണെന്ന് എനിക്കറിയില്ല. എന്തേണ്ടേ നൈസായിട്ടുണ്ട് കേട്ടോ. നല്ല ഫ്രൂട്ടാണ്. ഇവർ ലോക്കലായിട്ട് ഫാം ചെയ്യുന്നതെന്നാണ് പറയുന്നത്. അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ഭയങ്കര മധുരമാണ്. ചൈനീസ് ഫ്രൂട്ടെന്ന് പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഇന്ത്യയിലും കൃഷി ചെയ്യുന്നുണ്ടെന്ന്. kg 300-400 ഒക്കെ പലപ്പോഴും വരുന്നതാണ്. നിങ്ങൾക്ക് പേരിറങ്ങി കമൻറ്റ് ചെയ്യാം. പേര് മറന്നു കൊണ്ടാണ്. എന്തായാലും ബൈ. ഹലോ കൂട്ടുകാരെ, കുടുംബക്കാരെ, നമ്മുടെ ക്രേസി ഫാമിലിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും. ഇന്ന് ക്യാമറാമാൻ വിഷ്ണുവിനോടൊപ്പം കാവ്യയുടെ കൂടെ നമ്മുടെ റുബുൽ ബായും ഉണ്ട്. സോ നിങ്ങൾ പുതിയ ആൾക്കാരാണെങ്കിൽ എന്താ പറയാ, കുടുംബത്തിലേക്ക് സ്വാഗതം. പഴയ മുത്തുമണികളെ ലവ് യു ഓൾ. നിങ്ങളൊക്കെ മിസ് ചെയ്യുന്നുണ്ട്. ആനന്ദു, നീ എനിക്ക് ഇതുപോലെ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് ഇട്ടിട്ടില്ല. ഈ വീഡിയോ കാണുന്നെങ്കിൽ നീ ഇനിയെങ്കിലും ദൈവം ഇടുക. എനിക്കറിയത്തില്ല നീ ഇന്നെങ്കിലും ഇടുവന്ന്. പിന്നെന്താ പറയാ, ശ്രീ മുത്തേ, വിജു, എല്ലാവരും ഞങ്ങൾ മിസ് ചെയ്യുന്നുണ്ട്. സോ കാര്യത്തിലേക്ക് വരാം. നമ്മളിപ്പോൾ പോകുന്നത് ബൈസാഖി എന്ന് പറയുന്ന ഒരു ചെറിയ ടൗൺഷിപ്പിലേക്കാണ്. ഈ ബൈസാഖി എന്ന ചെറിയൊരു ടൗൺഷിപ്പിലേക്ക്. ബൈസാഖി എന്ന് പറഞ്ഞാൽ ഈ ദിറാങ്ങിൽ നിന്ന് 26 കിലോമീറ്റർ, അപ്രോക്സിമേറ്റ്ലി ഏതാണ് 26 കിലോമീറ്ററോളം ആയിട്ട് ഏതാണ്ട് ഒരു 9,500 ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന, 9,500 അടിയോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മിഡ് ടൈപ്പ് ടൗൺഷിപ്പാണ് കേട്ടോ. ഈ മിഡ് ടൈപ്പ് ടൗൺഷിപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ തവാങ്ങിന് ഈ ദിറാങ്ങിനും ഇടയ്ക്കുള്ള ഒരു സ്ഥലം. സോ എന്താ സംഭവം, നമ്മൾ തവാങ്ങിലേക്ക് പോകുന്ന ആൾക്കാർ പലരും ഇവിടെയാണ് ചെറിയൊരു ഹോൾട്ട് എടുക്കുന്നത്. ഈ പോകുന്ന കാഴ്ചകൾ എന്തൊക്കെയെന്ന് നമുക്ക് കാണാം. നമ്മൾ ഇവിടെ നിന്ന് വേറെ പല സ്ഥലങ്ങളിലേക്ക് പോകുന്നുണ്ട്. നിങ്ങൾ കാഴ്ചകൾ കണ്ടു, മനോഹരമായ ആ ഒരു കാഴ്ചകൾ. ഈ സംഗതി റിവറിന്റെ തീരത്തൂടി നമ്മൾ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ താമസിച്ചത് സംഗതി റിവറിന്റെ തീരത്തായിരുന്നു. ഇവിടെ ഈ റോഡ് ഫുള്ള് മെയിൻറ്റെയിൻ ചെയ്യുന്ന BRO ആണ്, ബോർഡർ റോഡ് ഓർഗനൈസേഷൻ. ഞങ്ങൾ ഒരുപാട് ആർമി കോൺവോയ്സ് ഓൾറെഡി കണ്ടു കഴിഞ്ഞു. BRO ഡ്രൈവ് കെയർഫുള്ളി, അവരുടെ ബുദ്ധിസത്തിന്റെ ആ ഒരു വിശ്വാസങ്ങൾ, ആ ഹിൽ പഹാഡീസ്. നമ്മൾ ആ പഹാടി കയറി പോകുന്നുണ്ട്. പഹാടി മീൻസ് പർവ്വതം കയറി പോകുന്നുണ്ട് ഗൈസ്. ഈ ഓരോ കാഴ്ചകളും മനോഹരം എന്ന് പറഞ്ഞ പോലെ അതിമനോഹരമാണ്. ഞങ്ങൾ ഇന്ന് ഹോം സ്റ്റേന്ന് കഴിച്ച ബ്രേക്ക്ഫാസ്റ്റും ഭയങ്കര നല്ല രസമായിരുന്നു കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. ഇന്നലത്തെ ഡിന്നറിന്റെ ബില്ല് കണ്ടപ്പോൾ ഞാൻ പേടിച്ചു. 450 രൂപ 8 റോട്ടിക്ക്. പക്ഷേ ബ്രേക്ക്ഫാസ്റ്റ് ചെന്നപ്പോൾ അത് മാനേജ് ചെയ്തു. നമ്മൾ ആർമി കന്റോൺമെന്റ് ഏരിയ എവിടെ എത്തുന്നുണ്ട്. ഞാൻ നിങ്ങൾക്ക് അതിനൊരു വിഷ്വൽ ഇപ്പോൾ കാട്ടിത്തരാം, നിങ്ങൾ നോക്കുക. തവാങ് സെലാ ടോപ്പ് ജൂം നിങ്ങൾ കാണുന്നില്ലായോ? അപ്പോൾ ഇതൊക്കെയാണ് ഇതുവരെയുള്ള യാത്ര. രസമുണ്ടായിരുന്നു. കുറേ ഹെൽത്ത് ഇഷ്യൂസ് ഒക്കെ നമുക്ക് അങ്ങനെ ചെറുങ്ങനെ വരുന്നെങ്കിൽ പോലും മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നു. ഞാൻ തീർച്ചയായിട്ടും പറയുന്നു, ഈ യാത്രയിൽ ഈ മാജിക്കൽ എസ്കേപ്പ് നമ്മുടെ ഏജൻസിയുടെ കൂടെ, അല്ലെങ്കിൽ അവരെക്കാൾ നന്നായിട്ട് ഞങ്ങളുടെ കൂടെ നിൽക്കുന്നത് റുബുൽ ഭായ് ആണ്. കാരണം ഇന്നലെ റുബുൽ ഭായ് ചക്ക് വാലി ഉൾപ്പെടെ കൊണ്ടുപോയത് ഞങ്ങൾ ശരിക്കും അത് ഭയങ്കര ഒരു സപ്പോർട്ട് വേണം അല്ലേടാ. കാരണം വളരെ ബോറായിട്ടുള്ള ഡ്രൈ ആയിട്ടുള്ള ഡേയെ ഈ മനുഷ്യൻ ഹി മേഡ് വെരി ബ്യൂട്ടിഫുൾ ഗൈസ്. അത് നമ്മളെ ഗൈസ്, ഞാൻ ആ പുള്ളിയുടെ ഫേസ് കാണിക്കുന്നില്ല. ഞങ്ങൾ പോകുന്ന വഴിക്ക് ഞങ്ങൾക്കൊരു നമുക്കിപ്പോൾ ആന്ധ്രയിൽ നിന്നുള്ളൊരു സഹോദരനെ കിട്ടി. പുള്ളി പട്ടാളക്കാരനാണ്. പുള്ളി ഞങ്ങളോട് കുറച്ച് ദൂരമുണ്ട്. നമ്മുടെ സൗത്ത് ഇന്ത്യൻ ഒരാളെ കാണുമ്പോൾ നമുക്ക് സന്തോഷമാണ്. കാരണം ആന്ധ്ര, തെലുങ്കു എന്ന് പറയാ. എന്നെ ഇപ്പോഴും അയാൾ കളിയാക്കാറുണ്ട് അല്ലേ രാമേ, സിത്താര സിറപ്പൊടു. സോ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നു. പുള്ളി എന്നെ സാറെന്നാണ് വിളിക്കുന്നത്. പക്ഷെ നമ്മൾ പുള്ളിയെ സാറെന്ന് വിളിക്കുന്നത്. പുള്ളി നാടും വീടൊക്കെ കളഞ്ഞിട്ട് ഇവിടെ 2 വർഷം പുള്ളി ജോലി ചെയ്യാം. ഇനി 2 വർഷം കൂടി പുള്ളിക്ക് ഇവിടെ ഡ്യൂട്ടി ഉണ്ടോന്നാണ് പറയുന്നത്. സോ ഭയങ്കര സന്തോഷം തോന്നുന്നു. നമുക്ക് ആ കാഴ്ചകളിലേക്ക് കാണാം. ആ കാഴ്ചകൾ ഒരുപാട് മാറുക ഗൈസ്. വളരെ മനോഹരമായ ആ ബൈസാഖിയുടെ കാഴ്ചകളിലേക്ക് നമ്മൾ കാണുന്നത് ഗൈസ്. ഇനിയുള്ള ഈ റോഡിൽ നമുക്ക് തവാങ്ങിലേക്കുള്ള വഴിയില്ല. ഈ ആർമി കോൺവോയ്സ് നമുക്ക് കോമൺ ആയിരിക്കും എന്നാണ് പറഞ്ഞത്. ലാൻഡ് സ്ലൈഡ് ഇവിടെ കണ്ടില്ല. ലാൻഡ് സ്ലൈഡ് റീസെൻ്റ്ലി ഉണ്ടായിട്ട് അവർ ക്ലീൻ ചെയ്യുന്നതുള്ളൂ. സോ ഈ പട്ടാളക്കാരോട് നമുക്ക് ബഹുമാനം മാത്രം. കാരണം ഇവർ നമ്മുടെ നാടും വീടൊക്കെ കളഞ്ഞിട്ട് ഇവർ ഇത്രയും കഷ്ടപ്പെടുന്നില്ലയോ. അവർ ഭയങ്കരമായിട്ട് സല്യൂട്ട് ഡിസേർവ് ചെയ്യുന്നുണ്ട് ഗൈസ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ അല്ല. രാകേഷ് ചേട്ടാ, ഞാൻ രാകേഷ് ചേട്ടൻ മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. രാകേഷ് ചേട്ടൻ ഡൽഹിയിൽ ജോലി ചെയ്യുന്നുണ്ട് അല്ലേ. ഡൽഹി പോലെ അല്ലല്ലോ, വേറെ സ്ഥലങ്ങളിൽ ജോലി ചെയ്തിട്ട് രാകേഷ് ചേട്ടൻ വന്നേ. ഹരീഷ് ചേട്ടൻ, എനിക്ക് നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനമാണ്. ഓരോ പട്ടാളക്കാരനെ കുറിച്ച് ഓർക്കുമ്പോഴും എന്തോരം കഷ്ടപ്പെടുക. നിങ്ങൾ കണ്ടോ ഇവിടെ മണ്ണിടിഞ്ഞ് കിടക്കുന്നത്. ഇവിടെ മാത്രമല്ല, മൂവിങ് ഫോർവേഡ് അവിടെയൊക്കെ കിടപ്പുണ്ട്. ഈ റോഡിൻ്റെയൊക്കെ അവസ്ഥയാണ്. അത് മാത്രമല്ല, നിങ്ങൾ ആ കാഴ്ചകൾ നോക്കി. ചെറിയ ചെറിയ വില്ലേജസ്
നമ്മളിത് നേരത്തെ താഴെ നിന്ന് കണ്ടിട്ടുണ്ടായിരുന്നു ഈ വില്ലേജസ്. ഇവിടേക്ക് ആൾക്കാർ എവിടെ ഇങ്ങനെ എത്തുന്നതിനൊരു രൂപമില്ല ഗൈസ്. പക്ഷേ ഈ യാത്രകൾ മനസ്സ് പഠിപ്പിക്കുന്നില്ല, ശരീരത്തെ തളർത്തുന്നില്ല. തളർന്നാൽ പോലും നമുക്ക് പിന്നെയും പിന്നെയും മുന്നോട്ട് പോകാനുള്ള ഒരു തരം ഊർജ്ജമാണ് ഗൈസ്. ഈ കാഴ്ചകളൊക്കെയും എന്നെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് തരുന്നത് കൂടുതൽ മുന്നോട്ട് പോകണം, കൂടുതൽ യാത്ര ചെയ്യണം എന്നുള്ളൊരു എനർജി, ഊർജ്ജമാണ് തരുന്നത്. ചിലപ്പോഴെങ്കിലും എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. കാരണം ഞങ്ങൾ ഈ ചാനലിൽ വന്നിട്ട് അല്ലെങ്കിൽ ഞങ്ങളുടെ കുടുംബത്തിൽ വന്നിട്ട് ഞങ്ങൾ ഒരാളെ കുറിച്ച് മോശമായ വാക്കുകളൊന്നും പറയുന്നില്ല. ചിലപ്പോഴെങ്കിലും ചില ദിവസങ്ങളിലെങ്കിലും ഇപ്പോൾ ലൈവിലൊക്കെ വന്നിട്ട് ചില ആൾക്കാർ ഞരമ്പ് പറയുക അല്ലെങ്കിൽ ചീത്ത വിളിക്കുക, അതിനുവേണ്ടി മാത്രം എന്താണ് നിങ്ങൾ ഞങ്ങളിൽ കാണുന്ന തെറ്റുകളെന്ന് ഞങ്ങൾക്കറിയില്ല. ഞങ്ങൾ നിങ്ങളെല്ലാവരെയും ഞങ്ങളെ കൂടുതൽ വരുന്ന ഓരോ ആൾക്കാരെയും കുടുംബാംഗമായിട്ടാണ് കാണുന്നത്. ദയവ് ചെയ്ത് നിങ്ങൾ ഇഷ്ടമുണ്ടെങ്കിൽ വീഡിയോസ് കാണുക, സപ്പോർട്ട് ചെയ്യുക, സഹകരിക്കുക, കുടുംബത്തിലേക്ക് ജോയിൻ ചെയ്യുക, കുടുംബമായിട്ട് മുന്നോട്ട് പോകുക. ഇല്ലെങ്കിൽ അവനവൻ്റെ വഴിക്ക് പോവുക. ഗൈസ്, നിങ്ങൾ കാണുന്ന ഈ ബൈസാഖിലേക്കുള്ള കാഴ്ചകളാണ്. നമ്മൾ ആ മല കയറി നമ്മൾ മുകളിലേക്ക് പോകുന്ന പുള്ളി പറയണേ, നല്ല കാഴ്ചകളുണ്ടല്ലോ, നമുക്ക് നോക്കാം എങ്ങനെ എൻ്റെ സംഭവം എന്ന്. ഗൈസ്, നിങ്ങൾ ആ കാഴ്ചകൾ കാണാം. നമുക്ക് താഴത്തെ നമ്മൾ ആ വാലീസ് എന്നൊക്കെയാണ് ഇപ്പോൾ ഇങ്ങോട്ടേക്ക് കയറി വന്നത്. പലപ്പോഴും എനിക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ എടുക്കാൻ പറ്റുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഈ കാഴ്ചകളിൽ ഞാൻ തന്നെ എന്താ പറയുക, എല്ലാം മറന്നിരിക്കുകയാണ്. വല്ലാത്ത സന്തോഷം തോന്നിയില്ല ഗൈസ്. ആ സന്തോഷം ഈ പുറമേക്ക് നോക്കുന്തോറും സന്തോഷമാണ് നമുക്ക്. ഈ കേരളത്തിലെ ഒരു കുഗ്രാമത്തിൽ, ഒരു ഗ്രാമത്തിൽ നിന്ന് ഞാൻ വന്നിട്ട് എനിക്കിവിടെയൊക്കെ യാത്ര ചെയ്യാൻ പറ്റുന്നു, ഇവിടെയൊക്കെ കാണാൻ പറ്റുന്നു ഓർക്കുമ്പം തന്നെ എനിക്ക് സന്തോഷമാണ് ഗൈസ്. കണ്ടോ നിങ്ങൾ ആ സ്നോയുടെയൊക്കെ കണ്ടോ, ചെറിയ മഞ്ഞിൻ്റെ അല്ലാത്ത സന്തോഷം വീഡിയോസ് അവിടെ കിട്ടുന്നുണ്ട്. എനിക്കറിയില്ല അവിടെ എത്രത്തോളം നിങ്ങൾക്കത് മനസ്സിലാക്കാൻ പറ്റുന്നു. ഫീലിങ്സ് എനിക്ക് എന്ത് തന്നെ പറഞ്ഞാലും എൻ്റെ കമ്പനിയോടും, അതായത് എനിക്ക് ജോലി തരണം എൻ്റെ സ്ഥാപനത്തോടും എൻ്റെ ലീഡർഷിപ്പിനോടും ഒരുപാട് അധികം നന്ദിയുണ്ട്. കാരണം അവരുടെ സപ്പോർട്ടില്ലായിരുന്നെങ്കിൽ ഈ യാത്രകളൊന്നും സാധിക്കത്തില്ലായിരുന്നു. കാരണം അവരെന്നെ എൻ്റെ പാഷൻ അവർ മനസ്സിലാക്കുന്നു. ഞാൻ എൻ്റെ ജോലിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല, അവരെൻ്റെ കൂടെ നിൽക്കുകയാണ്. കൂടെ നിൽക്കുക എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാനുള്ള എൻ്റെ ഒരു ആഗ്രഹത്തിന് അല്ലെങ്കിൽ ഓക്കെ ഇന്ന് കാണുന്ന കാഴ്ച പോവാ. എനിക്കറിയില്ല, ഞാൻ കഴിഞ്ഞ ദിവസം കൂടിയിട്ട് ഞാൻ കോളിൽ വന്ന സമയത്ത് എൻ്റെ മാനേജറുണ്ട്. കഴിഞ്ഞ ദിവസം കൂടി എന്നോട് എൻ്റെ മാനേജർ പറയുന്നുണ്ട്, വിഷ്ണു യാത്ര എങ്ങനെയുണ്ടോ, സുഖമാണോ, നന്നായിട്ട് സേഫായിട്ട് പോയിട്ട് വന്നു. സോ അതൊക്കെ പറയുമ്പോൾ സന്തോഷം തന്നെയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് നമ്മുടെ ഇനിയുള്ള കാഴ്ചകളെന്ന്. ക്ലൈമറ്റ് ഇതേ മാറി തുടങ്ങി. മഴമേഘങ്ങളാണോ എന്നറിയില്ല, പനി തരാതിരുന്നോ മതിയായിരുന്നു. ഒരുപാട് വണ്ടികൾ ഇപ്പോൾ താഴേക്ക് പഹാടി ഇറങ്ങി വരുന്നുണ്ട് കേട്ടോ. അത് തവാങ്ങിൽ നിന്ന് വരുന്നതാണ്. ഇതിലവർ പലരും ബൊംല പാസൊക്കെ പോയിട്ട് വരുന്നതാണ്. ഞാൻ പിന്നെ വന്നു ഗൈസ് ഹാലി വ്യൂസുമായിട്ട്. ഇത് നല്ല കാഴ്ചകളല്ലേ. ഇവിടെ മലയാളീസൊക്കെ ഉണ്ടാകുന്നു ഒരുപാട് പേര്. നമ്മൾ അതിൻ്റെ മുകളിലേക്കാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് ക്യാമറയുടെ ലെൻസിൽ ഓടി അടിക്കുന്നുണ്ട് ഗൈസ്. ഞാനത് എങ്ങനെ ക്ലീൻ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷെ എത്രയൊക്കെ ക്ലീൻ ചെയ്ത് വാവ്, അത് കണ്ട് നിങ്ങൾ സൂപ്പർ. എനിക്ക് ക്യാമറ ഇങ്ങോട്ടൊക്കെ തിരിക്കുമെന്നൊരു രൂപമില്ല ഗൈസ്. മുന്നിലെ കാഴ്ചകൾ, ഇടതുവശത്തെ കാഴ്ചകൾ, വലതുവശത്തെ കാഴ്ചകൾ എല്ലാം കണ്ടോളൂ. ഇവിടെ റോഡ് പൊളിഞ്ഞെടുക്കുക. തവാങ് 107 കിലോമീറ്റർ, സെലാടോപ്പ് 30 കിലോമീറ്റർ, ചുങ് 69 കിലോമീറ്റർ.
എനിക്ക് തോന്നുന്നുണ്ട് ഇവിടേക്ക് നല്ല ട്രക്കിംഗ് സ്പോട്ട് ക്രിയേറ്റ് ചെയ്തെങ്കിൽ സൂപ്പർ ആയിരുന്നു. ദൈവം അനുഗ്രഹിച്ചാൽ അടുത്ത വർഷം ഇതേ സെയിം സമയത്ത് ഞാനും രൂപുൽ ഭായിയും കാവ്യയും പിന്നെ ആരാ പറയുക നമ്മുടെ രാമും പിന്നെ നമ്മുടെ രൂപുൽ ഭായിയുടെ മൂത്ത മോനും നമ്മൾ ട്രക്കിങ്ങിന് പോകും अरुणाचल तवांग सही है ना रुबुल भाई? नेक्स्ट ईयर यही टाइम में सब सही से चला तो भगवान की कृपा से अगले साल नवंबर में नवंबर नवंबर लास्ट तक गाइस नवंबर लास्ट വരാനാണ് പുള്ളി പറയുന്നത്. हाँ नहीं दिसंबर फर्स्ट वीक में वरना नाश्ता हो गया आपका? भाई क्यों भाई ब्रो बुलाओ ब्रो. ये ब्रो नींगा வந்து தெலுங்கு தான் ब्रो. ये നമ്മൾ നമ്മുടെ കൂടെ കയറിയ ആ ആർമി ഓഫീസർ അല്ലെങ്കിൽ ആർമി മാനെ നമ്മളിവിടെ ഡ്രോപ്പ് ചെയ്തു സ്ഥലത്ത്. അപ്പോൾ പുള്ളിയുടെ ഫോട്ടോയും മറ്റും കാണിക്കാൻ പാടില്ല, ഞങ്ങൾ എടുത്തിട്ടുമില്ല. പുള്ളിയുടെ പേര് പോലും പുള്ളി ആന്ധ്രയിലാണ്, പുള്ളിയുടെ പേര് പോലും ഞങ്ങൾ പറയുന്നില്ല. കാരണം അത് പക്ഷെ പുള്ളി ഭയങ്കര സന്തോഷം തോന്നി ഒരു ആർമിയുടെ ഒരാളെ കാണുമ്പോൾ. आर्मी कंटोनमेंट भाई यही है भाई सब पैसा की ये सेंस गाइस ഇവിടെ 251 TC ഇത്രയധികം ആർമി കണ്ടോൺമെന്റ്സും ഒക്കെ ഇവിടെ പോകുന്നു. मतलब ट्रांजिट कैंप सब लोग आके इधर रुकता है. ഇവരുടെ വലിയൊരു സെന്റർ കേട്ടോ ആർമിയുടെ. നമ്മൾ വന്ന കാഴ്ചകൾ കണ്ടു ആർമിയുടെ കണ്ടോൺമെന്റിൻ്റെ ഒരു വണ്ടി കാണുന്നത്. ഇനി അങ്ങോട്ടേക്ക് ആർമി വർക്കേഴ്സ് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ, ടൂറിസ്റ്റ് വർക്കേഴ്സ്. ഇവരോട് നമ്മൾ വന്ന വാല്യൂസ് കണ്ടോ കഴിച്ചു. നിരനിരയായിട്ട് ഈ ആർമിയുടെ വണ്ടികൾ കിടക്കുന്നത്, നിരനിരയായിട്ട് എത്ര വണ്ടികളെ കിടക്കുന്നതിന് എണ്ണാൻ പോലും പറ്റുന്നില്ല. പക്ഷെ ഇതൊക്കെ ആവശ്യമാണ് കഴിച്ചു. കാരണം നമ്മുടെ അതിർത്തി കാക്കും ചൈന ബോർഡറിൽ ഒരുപാട് ദൂരെയൊന്നുമല്ല. സോ ഇതിൻ്റെ പ്രൈസസ് ഉണ്ടാവും, പെട്ടെന്ന് പോവാം. ഗൽവാൻ ക്ലാഷൊക്കെ എല്ലാവർക്കും ഓർമ്മയുള്ളതല്ലേ, ലഡാക്കിലുണ്ടാവും. പല ലഡാക്ക് ഗൽവാൻ എവിടെയും എപ്പോഴും കൂടെ ഉണ്ടാകും എന്തും. സോ അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാണ്ട് പ്രിപ്പയർ ആയിട്ട് നിൽക്കുക ഡേയും നൈറ്റും ഒക്കെ. നമ്മുടെ ഫ്രണ്ടിലൊരു ആർമി കോൺവോയ് മൂവ് ചെയ്യുന്നുണ്ട്. കാഴ്ചകളൊക്കെ ഒരു രക്ഷയും കണ്ടോ. സ്നോ ഓൾറെഡി ചെറുങ്ങനെ വന്നു പോയിട്ടുണ്ട്, മഞ്ഞ. ഇവിടെ വൺ വേ ടൈപ്പാണ്. നമുക്കതിനെ ഇനി ഓവർടേക്ക് ചെയ്തു, ആ കോൺവോയ് ഓവർടേക്ക് ചെയ്തുകൊണ്ട് നമുക്കിനി പോവേണ്ടത്. അത് എവിടെ വെച്ചാൽ പോസിബിൾ ആണെന്ന് അറിയില്ല, നമുക്ക് നോക്കാം. വാവോ നിങ്ങൾ ആ കാഴ്ചകൾ കണ്ടു നോക്കി ഗൈസ്. ആ മേലിലേക്കുള്ള ഹിൽ സൈഡ് കണ്ടു ഗൈസ്. ആ കോൺവോയ് അതുവരെ ഉണ്ട് കേട്ടോ, വലിയൊരു ലംബ കോൺവോയ് ആണ്. എന്ത് രസമുള്ള കാഴ്ചകളെന്ന് പറയുന്നത് കാണുന്ന വാലീസിൻ്റെ. എൻ്റെ ഗൈസ് എന്ത് കാഴ്ചകളാണ് ഗൈസ് നമ്മൾ കാണുന്നത്. ഒരു രക്ഷയില്ലെന്ന് ഞാൻ ഒരു രക്ഷയുമില്ലാത്ത കാഴ്ചകളാണ് നമ്മൾ കാണുന്നത്. ഗൈസ് അവിടെ നോക്കൂ ഗൈസ്, എൻ്റെ ക്യാമറ ഫുള്ള് പൊടി നിറയുക. ഈ ബോർഡർ റോഡ്സ് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഭയങ്കരമായിട്ട് ബ്രിസ്കാർഡുള്ള ഫേസിലാണ് പണി നടക്കുന്നത്. കാരണം ബ്രിസ്ക് മീൻസ് ഭയങ്കര ഫാസ്റ്റായിട്ട് ഭയങ്കര ടൈറ്റായിട്ടുള്ള ഷെഡ്യൂൾസിലാണ് പണി നടക്കുന്നത്. ഞങ്ങൾ ഈ വരുന്ന വഴിക്ക് പലയിടത്തും ഞങ്ങൾ റോഡ് കൺസ്ട്രക്ഷൻ ഉണ്ടായിരുന്നു, പക്ഷെ അത് വളരെ ഇമ്പാക്റ്റ് ചെയ്യുന്നില്ല. കാരണം ഇത് ഗവൺമെൻറ് ഇപ്പോൾ പൊതുവായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഗൈസ് നമ്മൾ ബൈസാഖി എത്താറായി കഴിഞ്ഞു. അപ്പോൾ ബൈസാഖിക്ക് മുന്നേ ഉള്ള ഓൾറെഡി കോട പുതച്ച് തുടങ്ങി. ഞാൻ ആസ് യൂഷ്വൽ ഞാൻ ജാക്കറ്റ് ഒന്നും ഇട്ടില്ല, ബാക്കിൽ എല്ലാവരും ജാക്കറ്റ് ഇട്ടൊക്കെ നിൽപ്പുണ്ട്. അറിയില്ല എൻ്റെ കാര്യം എങ്ങനെയാണ് എനിക്കറിയില്ല. മേ ബി എൻ്റെ ജീൻസിൻ്റെയോ എൻ്റെ ജെനറ്റിക്സ് കൊണ്ടാകാം. ഞാൻ നോക്കിയത് കാഴ്ചകൾ കരുതാം. ഞാനിപ്പോഴും ചില്ലാണ്, കൂളാണ്.
ഞാനിത് ഓവർ കോൺഫിഡൻസ് വന്നല്ലോ കേട്ടോ, ജാക്കറ്റ് ഞാൻ എടുത്തു. അന്ന് കഴിഞ്ഞ തവണ കേദാർനാഥിൽ ആ ഒരു പയ്യ പറഞ്ഞ പോലെ ലെങ്സിലൂടെ കയറി തണുപ്പടിച്ച് വല്ല അസുഖം വന്ന് ഞാൻ കുടുങ്ങിപ്പോകും നമ്മുടെ യാത്രയ്ക്കുള്ളത്. സോ ഞാൻ റിസ്ക് എടുക്കുന്നില്ല. ട്രാക്ക് പാൻസ് ഓക്കെ, ട്രാക്ക് പാൻസ് ട്രക്കിംഗ് പാൻസ് ഉൾപ്പെടെ ഞാൻ പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് ഹാൻഡി ആയിട്ട് തന്നെ. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ വരുന്നത്. ഞാൻ ക്യാമറയിൽ നോക്കിയാൽ പലപ്പോഴും സംസാരിക്കുന്നൊരു ചേട്ടൻ വന്നിട്ട് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ചേട്ടാ ഞാൻ എത്ര ശ്രമിച്ചിട്ട് ക്യാമറ നോക്കി സംസാരിക്കാൻ എന്നോട് പറ്റുന്നില്ല, ഞാൻ കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും ആയി പോവുക, എന്നോട് ക്ഷമിക്കുക. ചേട്ടൻ തന്ന ആ കൺസ്ട്രക്റ്റീവായിട്ടുള്ള ഫീഡ്ബാക്കിന് ഒരുപാട് നന്ദിയുണ്ട്. ഞാൻ ശ്രമിക്കുന്നുണ്ട് ക്യാമറ നോക്കി സംസാരിക്കാനുണ്ട്. സ്റ്റിൽ നോക്ക് മക്കളെ നോക്ക്, ഇതാണ് ഭൂമിയിലെ സ്വർഗങ്ങളിലൊന്ന്. നമ്മൾ ഇനി ഒരുപാട് വണ്ടികളുണ്ട് അവിടെ കോൺവോയ്സ്. നമ്മൾ പതിയെ ഇതിനെ ഓവർടേക്ക് ചെയ്ത് പതിയെ പോവുക. റോഡ് കുടിഞ്ഞെടുക്കുക ഇങ്ങനെ കണ്ടില്ല. ഇവിടെയൊക്കെ വണ്ടി ഓടിക്കാനത് നമുക്ക് വളരെ എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവേഴ്സ് തന്നെ വേണം, രക്ഷയില്ല. ഗൈസ് ഇപ്പോൾ നമ്മൾ വന്നത് വൈശാഖിയിലാണ്. നിങ്ങൾ ഈ കാണുന്ന കാഴ്ചകളൊക്കെയും വൈശാഖിയിലെ കാഴ്ചകളാണ്. ഐ ലവ് വൈശാഖി. ഇത് ഇന്ത്യൻ ആർമീൻ്റെ ഒരു ക്യാൻറ്റീനാണ്. നമുക്കിവിടെ ഒരു ചായ കുടിക്കാം, മാഗി കഴിക്കാനും ഒക്കെ പറ്റുന്നുണ്ടാവും. സോ ഇവിടെ ഇന്ത്യൻ ചായ കുടിക്കാനുള്ള പോസിബിലിറ്റി ഉണ്ട് ഇവിടെ ഗൈസ്. ചായയൊക്കെ കുടിക്കും നമുക്ക് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ നമ്മളിപ്പോൾ വൈശാഖിയിൽ എത്തിയിട്ടുണ്ട്. ഈ വൈശാഖി എന്ന് പറയുന്നത് ഡിറാങ്ങിൽ നിന്ന് ഏതാണ്ട് 26 കിലോമീറ്ററോളം മാറിയിട്ടാണ്. ഇതൊരു വലിയൊരു ആർമി കണ്ടോൺമെൻ്റ് ആണ്. നിങ്ങൾ ഈ ഞങ്ങളുടെ ബാക്കിൽ കാണുന്നതൊക്കെ ആർമി കണ്ടോൺമെൻറ്റ്. നമുക്ക് ശരിക്കുള്ള വിഷ്വൽസ് കിട്ടുന്നുണ്ട്. നമ്മളിപ്പോൾ ഈ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ പറയുക, നമ്മൾ തവാങ്ങിലേക്കുള്ള വഴിയാണ്. ജസ്റ്റ് എനിക്ക് അവിടെ എന്തൊരു വ്യൂ പോയിന്റ് പോലെ താഴേക്ക് പോകാം അല്ലേ? ഓക്കെ ഫൈൻ ഓട്ടോ. വൈശാഖി എന്ന പേര് വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അത് പഞ്ചാബി ഹാർവസ്റ്റിംഗ് ഫെസ്റ്റിവലാണ്, ഒരു ഫാമിംഗ് ഫെസ്റ്റിവലാണ്. അതിൽ നിന്നാണ് ഈ വൈശാഖി എന്ന പേര് വന്നിരിക്കുന്നത്. ഇയാളെന്താ ഇങ്ങോട്ട് നോക്കാത്തതെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട. ഞങ്ങൾ വൈശാഖിലാണ് വരുന്നതെന്ന് പോലും ഈ വൈശാഖിൽ എത്തിയതിനു ശേഷമാണ് ഇയാൾക്ക് മനസ്സിലായത്. കാരണം പോസിറ്റീവാണ് നെഗറ്റീവാണ്. ഇയാൾ ഒന്നിനെക്കുറിച്ചും കൂടുതലായിട്ട് ബോധർ ചെയ്യത്തില്ല. ബോധർ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റില്ല, നമുക്ക് വിഷമമാകും. സോ ഇയാൾ ചില്ലായിട്ട് നിൽക്കട്ടെ, റിലാക്സ് ആയിട്ട് നിൽക്കട്ടെ. ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇവിടെ എന്താ പറയുക, നമ്മൾ തവാങ്ങിലേക്ക് പോകുന്ന എല്ലാവരും, ഓൾമോസ്റ്റ് എല്ലാവരും ഇവിടെ ചെറിയ ഹോൾട്ട് എടുത്ത് ചെറിയൊരു റെസ്റ്റ് എടുത്ത് ഈ കാണുന്ന ക്യാൻറ്റീനിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ച് ഇവിടെ വാഷ്റൂമൊക്കെ ഉണ്ട്. അവിടെ അപ്പോൾ നല്ല ഫ്രഷായിട്ടുള്ള വാഷ്റൂം, ചായയോ ഇവിടെ ഗിഫ്റ്റ് ഷോപ്പൊക്കെ ഉണ്ട്. നിങ്ങൾ കണ്ടില്ല, ഗിഫ്റ്റ് ഷോപ്പ്, ഒരു മാഗിയൊക്കെ കഴിച്ച് നമ്മൾ ഇവിടെ നിന്ന് പോകുന്നത്. ഐ ലവ് വൈശാഖി ഗൈസ്. അപ്പോൾ അതാണ് ഇവിടുത്തെ കാര്യം. ഇത് വന്നിട്ട് ഏതാണ്ട് 9,500 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ഡിറാങ്ങിലെ പ്ലെയിൻസ് നിന്ന് അല്ലെങ്കിൽ ആ ചെറിയതിൽ നിന്ന് ജസ്റ്റ് നമുക്ക് സണ്ണൊക്കെ കണ്ടിട്ട് നമ്മൾ സൂര്യനെയൊക്കെ കണ്ടുമ്പോൾ മുകളിലേക്ക് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ സ്നോ കാണാനായിട്ട്, അല്ലെങ്കിൽ ആ മുകളിലേക്ക് നോക്കി ക്ലൈമറ്റ് ഒത്തിരി മാറിയോ വരുന്ന വഴിക്ക് തന്നെ നിങ്ങൾ ആ വിഷ്വൽസ് കണ്ടു കാണാം. വാ, എന്ത് മനോഹരമായ കാഴ്ചകളൊന്നും കണ്ടോ. ഒരുപാട് നല്ല രസമുള്ള കാഴ്ചകൾ നമുക്കിവിടെ ഉണ്ട്. ഇവിടെ ഈ സെലാ വാരിയേഴ്സ് ഡിഫെൻഡ് ദ നേഷൻ, ഈ സെലാ വാരിയേഴ്സ് എന്ന പേര് നമ്മൾ പലപ്പോഴും പലയിടത്തും കണ്ടിട്ടുണ്ട്. ഈ സെലാ റീജിയൻ അല്ലെങ്കിൽ നമ്മുടെ ഈ ചൈന ബോർഡറിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ ആർമിയുടെ ഒരു റെജിമെൻറ്റിൻ്റെ ഒരു യൂണിറ്റിൻ്റെ പേരാണ് സെലാ വാരിയേഴ്സ്. ഈ സെലാ വാരിയേഴ്സ് എന്ന പേര് വന്നത് എന്താണെന്ന് വെച്ചാൽ 1962 ഇന്ത്യ ചൈന വാറിൽ റൈഫിൾമാൻ യശ്വന്ത് സിംഗ്, പുള്ളിയുടെ പേര് അങ്ങനെ എന്തോ യശ്വന്ത് സിംഗ് എന്നാണ് എൻ്റെ ഓർമ്മ. പുള്ളിയുടെ കൂടെ ഒരു ലോക്കൽ ട്രൈബൽ ഗേൾ സെല, പുള്ളിയും പുള്ളിയുടെ പെങ്ങൾ നുബൂർ, എൻ്റെ ഓർമ്മ ശരിക്കും നുബൂർ എന്നാണ്, പുള്ളിക്കാരത്തിനോട് ചേർന്നിട്ട് ബോർഡർ പ്രൊട്ടക്റ്റിനായിട്ട് ഒത്തിരി ഫൈറ്റ് ചെയ്തു, ഒത്തിരി സഹായിച്ചു. സോ അപ്പം ആ പെൺകുട്ടിയുടെ കൂടെ ഉള്ള ബഹുമാനത്തിനാണ്, ആ പുള്ളിയുടെ സാക്രിഫൈസിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ആ പെൺകുട്ടിയുടെ ബ്രേവറി. അപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഓക്കെ, അപ്പോൾ ആ പെൺകുട്ടിയുടെ ബ്രേവറിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ബ്രേവറി സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് ഇത് ഈ സെലാ വാരിയേഴ്സ് എന്ന് അല്ലെങ്കിൽ സെലാ എന്ന് പേരിട്ടത്. ഒരു പെൺകുട്ടിക്ക്, ഒരു ട്രൈബൽ പെൺകുട്ടി, ഒരു റൈഫിൾമാൻ്റെ കൂടെ ചൈനീസ് പട്ടാളത്തിന് എഗെയിൻസ്റ്റായിട്ട് ഫൈറ്റ് ചെയ്തെന്ന് പറയുമ്പോൾ അത് വലിയൊരു ബ്രേവറി തന്നെയാണ്. ഇന്ത്യയിൽ ജനിച്ച ഓരോ ആൾക്കാരുടെ ഉള്ളിലും ആ ഒരു ബ്രേവറി, ആ ഒരു എല്ലാം ഇങ്ങനെ ഭയങ്കരമായിട്ട് നിലനിൽക്കുന്നേ. സെലാ വാരിയേഴ്സ്, നോട്ട് ചലഞ്ച് ടു ബിഗ്. നിങ്ങൾ കാണുന്നുണ്ടോ നോട്ട് ചലഞ്ച് ടു ബിഗ്? അവിടെ അതായത് ഒരു ചലഞ്ചും അത്ര വലുതല്ല, നമുക്കത് മാനേജ് ചെയ്യാവുന്ന കാര്യമേ ഉള്ളൂ എന്നതാണ് അവർ പറയുന്നത്. വിജയ് ദ്വാർ
എൻ്റെ ഒന്നിടെ ഒരു കാര്യം മാത്രം അറിയാം, റിയാക്ക് എന്താ ഫീൽ ചെയ്യുന്നതെന്ന് അറിയില്ല. എനിക്ക് ഈ വൈശാഖി, ഈ സ്ഥലം, ഈ ഇന്ത്യൻ ആർമിയുടെ പോയിന്റ് ഭയങ്കരമായിട്ട് എന്നെ പോസിറ്റീവായിട്ട് എന്നെ ഇമ്പാക്ട് ചെയ്യുന്നു, എനിക്ക് സഹായിക്കുന്നുണ്ട്. ഒരു പോസിറ്റീവ് എനർജി നോക്കി ഈ തിരങ്ക കാണുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഭയങ്കരമായൊരു പോസിറ്റീവ് വൈബ്രേഷൻസ് വരിക. സെല്ലാ വാരിയേഴ്സ്. അപ്പോൾ നിങ്ങൾ തവാങ്ങിലേക്ക് പോകുമ്പോൾ ഇവിടെ നിർത്തുക, പറ്റിയ ചായ വേണമെങ്കിൽ ചായ കുടിക്കുക. ഞങ്ങൾക്ക് ചായ കുടിക്കുന്നില്ല, മാഗി കഴിക്കുക, പട്ടാളക്കാരോട് പറ്റിയ സംസാരിക്കുക, നമുക്ക് നോക്കാം, നമുക്ക് അറിയില്ല എങ്ങനെയാണ്. അപ്പോൾ വൈശാഖിലെ സെലാ വാരിയേഴ്സിൻ്റെ മുന്നിൽ നിന്നും ആ സെല എന്ന ബ്രേവ് പെൺകുട്ടിയും അവളുടെ സഹോദരിയും ആ റൈഫിൾമാനെ ഓർമ്മിച്ചുകൊണ്ട് ഇന്നത്തെ ഈ വീഡിയോ ഇത്ര മാത്രം. ക്യാമറമാൻ വിഷ്ണുവിനൊപ്പം. സോ ഒരു കാര്യം കൂടി ചോദിക്കാൻ വേണ്ടി വിട്ടുപോയി. ലൈക്ക് ചെയ്യും, സബ്സ്ക്രൈബ്, കമൻറ്റ് ചെയ്യും. അതിനൊക്കെ ശേഷം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ഇന്ത്യൻ ആർമിയുടെ ആ ഒരു ബ്രേവറി, ആ ഒരു ലോക്കൽ പെൺകുട്ടിയെ ഫീൽ ചെയ്യുന്നത്, എനിക്ക് ഇന്ത്യൻ ആർമിയെക്കാൾ കൂടുതൽ ഈ സ്ഥലത്തിൻ്റെ വിശ്വാസത്തിനേക്കാൾ ഇപ്പോൾ എൻ്റെ ഉള്ളിൽ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ, എന്താ പറയുക, ആ പെൺകുട്ടിയുടെ കാരണം ആ പെൺകുട്ടിയുടെ ബ്രേവറി ഞാൻ ആ പെൺകുട്ടിയുടെ സഹോദരി നടത്തിയ സാക്രിഫൈസസ് ആണ്. നമ്മുടെ ലൈഫിൽ ഓരോ ആൾക്കാരുടെ ജീവിതത്തിൽ അതുപോലെ ഒരു ഭാര്യ ഉണ്ടാവും. ഒരു പെൺകുട്ടിയാവാം, ആൺകുട്ടിയാവാം, ചിലപ്പോൾ നമ്മളും ആകാം, ചിലപ്പോൾ നമ്മൾ ജസ്റ്റ് ഐഡന്റിഫൈ ചെയ്യുന്ന കാര്യമുള്ളൂ. ആ പെൺകുട്ടിയായിരിക്കും നമ്മളുടെ, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയായിരിക്കും നമ്മളുടെ ജീവിതം തന്നെ മാറ്റിയെടുക്കുന്നത്. എന്തായാലും ആ പെൺകുട്ടിക്ക് ഇനി മരണമല്ല ഗൈസ്, ഞാനാണ് പെൺകുട്ടി. ആ പെൺകുട്ടിക്ക് ഇനി മരണമല്ല. ബൈ ഗൈസ്. എനിക്ക് പറ്റിയ തെറ്റായിരുന്നു. ഇത് വൈശാഖി വന്ന് 11,246 അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്, സീ ലെവലിൽ നിന്ന്. വാവ്, ഞാൻ 9,500 ഇയാൾ വിളിക്കാം, ഫോട്ടോ എടുക്കണം പെട്ടെന്ന്.